ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ലൈൻ സർവേയെക്കുറിച്ചാണ്. ഞാൻ സ്വാതി കൃഷ്ണ, ഗവൺമെൻറ് ITM മലമ്പുഴയിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്, സർവേ ട്രേഡിലെ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ലൈൻ സർവേയുടെ പാർട്ട് 3 ആണ്. സെമസ്റ്റർ 4 വരുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പാർട്ട് 1 ബേസിക് ടേംസിനെ കുറിച്ചും പാർട്ട് 2 സർവേസിനെ കുറിച്ചും സാക് ടെംപ്ലേറ്റ് എന്ന ടേമിനെ കുറിച്ചാണ് നോക്കിയത്. ഇന്ന് നോക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ ടവറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, അതിൻ്റെ ഇറക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫൗണ്ടേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലുള്ള ടവർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാർട്ട് 3 നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ടവേഴ്സ്. ട്രാൻസ്മിഷൻ ടവേഴ്സ് support the high voltage conductors of overhead power lines from the generating station to the substation located near the populated areas. അതായത് ട്രാൻസ്മിഷൻ ടവേഴ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും ആളുകൾ താമസിക്കുന്ന അവിടേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന്, അതായത് ജനറേറ്റിംഗ് സ്റ്റേഷൻ തൊട്ട് സബ് സ്റ്റേഷൻ വരെയുള്ള ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർ ഹെഡ്, അതായത് നല്ല ഉയരത്തിൽ ഹൈ വോൾട്ടേജിലുള്ള എനർജി കൊണ്ടുപോകണം. ആ എനർജി കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ട്രാൻസ്മിഷൻ ലൈൻസ്. ആ ട്രാൻസ്മിഷൻ ലൈൻസ് കറക്റ്റായിട്ട് ആ പാത്തിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ ലൈൻ പോകുന്നതിനെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്മിഷൻ ടവറിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ, അതായത് ഇലക്ട്രിസിറ്റി പോകുന്ന ആ വയേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ട്രാൻസ്മിഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ലൈന് പോകുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തൊട്ടിട്ട് അതിൻ്റെ സബ് സ്റ്റേഷൻ വരെയാണ്. സബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമ്പോൾ ഹൈ വോൾട്ടേജിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഹൈ വോൾട്ടേജ് കുറച്ച് ആളുകൾക്ക് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വോൾട്ടേജ് കുറയ്ക്കുന്നത് സബ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് എന്നൊക്കെ മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ തൊട്ട് സബ് സ്റ്റേഷൻ വരെ ഇലക്ട്രിസിറ്റി, ഹൈ വോൾട്ടേജിലുള്ള ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുന്നതിന് ഓവർഹെഡ് പവർ ലൈൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ട്രാൻസ്മിഷൻ ടവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ്, ദെയർ ഷേപ്പ്, ഹൈറ്റ് ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ഓൺ ദ സ്ട്രെസ്സസ് ടു വിച്ച് ദേ ആർ എക്സ്പോസ്ഡ്. അതായത് ഈ ട്രാൻസ്മിഷൻ ടവേഴ്സിൻ്റെ ഷേപ്പാണെങ്കിലും അതിൻ്റെ ഹൈറ്റ് ആണെങ്കിലും അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണെങ്കിലും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലൂടെ പോകുന്ന ഇലക്ട്രിസിറ്റിയുടെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിരിക്കും. ഹൈ വോൾട്ടേജിലുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈറ്റിൽ സ്ട്രെങ്ത് കൂടിയ രീതിയിൽ അതിൻ്റെ ഹൈറ്റിലും ഷേപ്പിലും എല്ലാം ഡിഫറൻസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് കുറഞ്ഞ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സാധാരണ പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 ആൾ പൊക്കം അല്ലെങ്കിൽ 2 ആൾ പൊക്കം അത്രയൊക്കെ ഉണ്ടാവുക. അത് കാരണം എന്താണ്, അധികം വോൾട്ടേജുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്ര വോൾട്ടേജിലുള്ള ഒരു ഇലക്ട്രിസിറ്റി അല്ല നമ്മുടെ വീടുകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ്. പക്ഷേ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഹാംഫുള്ളായിട്ടുള്ള കാര്യം സംഭവിക്കരുതെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് വയ്ക്കുക. അങ്ങനെ ഹൈറ്റിൽ വയ്ക്കുമ്പോൾ ഒരുപാട് എഫക്ട്സ്, വിൻഡ്, അങ്ങനെയുള്ള ഒരുപാട് എഫക്ട്സ് കാരണം ഈ ടവറിന് എന്തെങ്കിലും പ്രശ്നം വരാം. അപ്പോൾ അതിനെയൊക്കെ സ്റ്റേബിൾ ചെയ്യുന്ന രീതിയിലുള്ള ഷേപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അതിലൂടെ പോകുന്ന ട്രാൻസ്മിഷൻ ലൈനിലൂടെ പോകുന്ന പവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ ഷേപ്പും ഹൈറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. മൂന്നാമത്തെ പോയിൻറ്റ്, towers do not transmit electricity themselves unless lightning strikes the ground wire strung along the top of the structure. അതായത് ഒരിക്കലും ട്രാൻസ്മിഷൻ ലൈൻ കടന്നു പോകുന്ന ട്രാൻസ്മിഷൻ ടവർ ഒരിക്കലും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് അതൊരു സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റിയെ കറക്റ്റ് എർത്ത് സർഫസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വയേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. വലിയ ടവേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മേലെ ഒരു ചാലകമൊക്കെ കണ്ടിട്ടുണ്ട്. ആ ചാലകത്തിനെ കണക്ട് ചെയ്ത് വയേഴ്സൊക്കെ പോയി എർത്തിലേക്ക് ആ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്തുള്ള ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഒരിക്കലും ഒരു ട്രാൻസ്മിഷൻ ടവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒന്നായിരിക്കില്ല, അല്ലെങ്കിൽ അതിലൂടെ ഇലക്ട്രിസിറ്റി ഒരിക്കലും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അടുത്തത് തന്നെ
ഈ ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ദിസ് കേബിൾ ഈസ് ഡിസൈൻ ടു പ്രൊട്ടക്റ്റ് കണ്ടക്ടേഴ്സ് ബൈ അലോയിങ് ലൈറ്റ്നിങ് ഡിസ്ചാർജസ് ടു റീച്ച് ദ ഗ്രൗണ്ട് ത്രൂ ദ ടവർ. അതായത് ടവറിൽ കൊടുത്തിരിക്കുന്ന ഈ വയേഴ്സിലൂടെയാണ് കണ്ടക്ടേഴ്സിൽ നമ്മൾ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ സേഫായിട്ട് ആ ടവറിനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ആ പവർ ട്രാൻസ്മിഷനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് എർത്ത് സർഫസിലേക്ക് ആ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ കൊണ്ടുവരിക എന്നുള്ളത് ഈ കേബിളിൻ്റെ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ വയേഴ്സിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ഓവർഹെഡ് ലൈൻ, അതായത് ഈ ട്രാൻസ്മിഷൻ ലൈൻ, ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുന്ന ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടവറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്മിഷൻ ടവറിൻ്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് താഴെ നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലൈൻ സപ്പോർട്ട്, സെക്കൻഡ് വൺ ലൈൻ ഇൻസുലേഷൻ, തേർഡ് വൺ കണ്ടക്ടർ, ഫോർത്ത് വൺ എർത്ത് വയർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓവർഹെഡ് ലൈനിൻ്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് മെയിനായിട്ടുള്ള ചില പോയിന്റുകൾ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ വരുന്ന എക്സാക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ തന്നെ ദ ലൈൻ സപ്പോർട്ട്സ് ആർ ദ പോൾസ് ആൻഡ് മെയിൻ റിക്വയർമെൻറ്റ് ഓഫ് ദീസ് സപ്പോർട്ട്സ്. അതായത് ട്രാൻസ്മിഷൻ ലൈൻ കൊണ്ടുപോകുന്ന സമയത്ത് அதை കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്നവയാണ് ട്രാൻസ്മിഷൻ ടവേഴ്സ് എന്ന് പറഞ്ഞു. ട്രാൻസ്മിഷൻ ടവേഴ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക, ഹൈ വോൾട്ടേജിൽ ഇലക്ട്രിസിറ്റി പോകുമ്പോഴാണ് ട്രാൻസ്മിഷൻ ടവേഴ്സ് ഉപയോഗിക്കുക. അതായത് ലോ വോൾട്ടേജിലുള്ള ഇലക്ട്രിസിറ്റിയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ വീടുകളിൽ അവിടെയൊക്കെ കാണുന്ന പോലെ വുഡൻ പോൾസോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പോളുകളാണ് ഉപയോഗിക്കുക. ആ തൂണുകളെയാണ് പോൾ എന്നും നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുണ്ടായിരിക്കേണ്ട റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഇത്ര ഫാക്ടർ ഓഫ് സേഫ്റ്റി വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ദേ മസ്റ്റ് ബി മെക്കാനിക്കലി സ്ട്രോങ് വിത്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി 2.5 to 3. അതായത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന പോളുകളുടെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എപ്പോഴും 2.5 to 3 ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ദേ മസ്റ്റ് ബി ലൈറ്റ് ഇൻ വെയ്റ്റ് വിതൗട്ട് ലോസ് ഓഫ് സ്ട്രെങ്ത്. അതായത് അങ്ങനെ ഉപയോഗിക്കുന്ന പോളുകൾ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, പക്ഷേ ഒരിക്കലും സ്ട്രെങ്ത്തിന് ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. തേർഡ് വൺ, ദേ മസ്റ്റ് ഹാവ് ലീസ്റ്റ് നമ്പർ ഓഫ് പാർട്സ്. അതായത് അതിനെപ്പോഴും കുറച്ച് പാർട്സ് ഉണ്ടല്ലോ, ഒരുപാട് പാർട്സ് വെച്ച് അതെവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതിരിക്കാനും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പാർട്സ് ഒന്നും അതിനുണ്ടാവാൻ പാടില്ല. ഫോർത്ത് പോയിന്റ്, ദേ മസ്റ്റ് ബി ചീപ്പ്. അത് ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഒരുപാട് ഹൈ കോസ്റ്റിൽ നമുക്കത് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കൺസ്ട്രക്ഷൻ തന്നെ കോസ്റ്റ് കൂട്ടും. അതുകൊണ്ട് തന്നെ അത് ചീപ്പായിട്ട് അവൈലബിൾ ആയിരിക്കണം. ദെയർ മെയിൻ്റനൻസ് കോസ്റ്റ് ഷുഡ് ബി ദ മിനിമം. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എപ്പോഴും മിനിമം ആയിരിക്കണം. ദേ മസ്റ്റ് ബി ഈസിലി ആക്സസിബിൾ ഫോർ പോയിൻ്റ് ആൻഡ് ഇറക്ഷൻ ഓഫ് ലൈൻ കണ്ടക്ടേഴ്സ്. അതായത് ആ പോളുകളെല്ലാം ഇറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റണം. അതിലേക്ക് കണ്ടക്ടേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്തും എല്ലാം നമുക്ക് ഈസിലി അതിൻ്റെ പോയിന്റുകളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നവയായിരിക്കും. ഒരിക്കലും കോംപ്ലിക്കേഷൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തോ ഇറക്ഷൻ സമയത്തോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ദേ മസ്റ്റ് ഹാവ് ലോങ് ലൈഫ്. അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നവയായിരിക്കണം. അതായത് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈൻ ചെയ്യുക, ഒരുപാട് വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം അത്ര വർഷം നിന്നില്ലെങ്കിലും മാക്സിമം ഒരുപാട് വർഷത്തോളം നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡ്യൂറബിലിറ്റി ആ മെറ്റീരിയലിന് ഉണ്ടായിരിക്കണം. ദേ മസ്റ്റ് ബി പ്ലീസിങ് ഷേപ്പ്. നല്ല കാണുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു അപ്പിയറൻസ്, ഒരു ഷേപ്പ് അതിനുണ്ടായിരിക്കണം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോൾസ് ഇൻ യൂസ്. അതായത് നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്ന ആ രീതിയിലുള്ള പോൾസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്മിഷൻ സ്ട്രക്ചേഴ്സ് ഏതൊക്കെ മെറ്റീരിയലൊക്കെയാണെന്നാണ് ഇത് പറയുന്നത്. അതിൽ 4 എണ്ണമാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ വുഡൻ പോൾസ്, രണ്ടാമത്തെ സ്റ്റീൽ ട്യൂബുലർ പോൾസ്, തേർഡ് വൺ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പോൾ, ഫോർത്ത് വൺ സ്റ്റീൽ ടവേഴ്സ്. ഇനി ഇവയൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോക്കാനുള്ളത് വുഡൻ പോൾസ് ആണ്. വുഡൻ പോൾസിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെല്ലാം വൺ വേർഡായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ഫസ്റ്റ് വൺ തന്നെ നമ്മൾ പറയുന്നുണ്ട് ചീപ്പസ്റ്റ്. നമുക്കറിയാം മറ്റുള്ള ഒരുപാട് കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്കത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ചിലവ് വരുന്നത് കൊണ്ട് തന്നെ അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ടിമ്പർ അല്ലെങ്കിൽ വുഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട്
ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡീഫോറസ്റ്റേഷൻ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് വുഡൻ പോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് യൂസ്ഡ് ഫോർ ലൈൻസ് വിത്ത് സ്പാൻ ഈസ് ഷോർട്ട് ആൻഡ് ടെൻഷൻ ഈസ് ലോ. അതായത് ടെൻഷൻ കുറവും സ്പാൻ ഒരുപാട് ലെങ്ത്തും അല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ വുഡൻ പോളുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പോൾ ഹാസ് ലിമിറ്റേഷൻ ഓഫ് ഹൈറ്റ് ആൻഡ് ഡയമീറ്റർ. നമ്മൾ വുഡൻ പോളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്നൊരു ലിമിറ്റേഷനാണ് ഒരുപാട് നല്ല ഡയമീറ്റർ പറഞ്ഞാൽ എന്താ നമുക്കറിയാമല്ലോ. ഡയമീറ്റർ ഒരുപാട് കിട്ടില്ല, അതിന് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ഡയമീറ്റർ ചിലപ്പോൾ കുറയാം. അതുപോലെ ഉദ്ദേശിച്ച ഹൈറ്റിൽ നമുക്ക് വരില്ല. മരത്തിൻ്റെയൊക്കെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്മിഷൻ ഉണ്ടാവും, അതായത് ലൈക്ക് ഒരു സെൽ ടവറിൻ്റെയൊക്കെ ഹൈറ്റിൽ നമുക്ക് മരത്തിൻ്റെ അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഡയമീറ്ററും വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് വുഡ് ഹാസ് നാച്ചുറൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ആൻഡ് ലെസ്സർ ഫ്ലാഷ് ഓവർ ടേക്ക് പ്ലേസ് ഡ്യൂ ടു ലൈറ്റ്നിങ്. അതായത് വുഡ് എപ്പോഴും എന്താണ്, നല്ലൊരു ഇൻസുലേറ്ററാണ്. എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കടത്തിവിടുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അതിനെ ഭൂമിയിലേക്ക്, അതായത് എർത്തിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഫോർ ഗ്രേറ്റർ സ്ട്രെങ്ത് ഡബിൾ പോൾ സ്ട്രക്ചർ ഓഫ് A or H are used. The strength of these type of constructions varies from 2 or 4 times the strength of the single pole. അതായത് ഈ വുഡൻ പോൾ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ സ്ട്രക്ചേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു പോളിന് പകരം 2 അതിൽ കൂടുതലോ 4 അങ്ങനെ 4 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് ഒക്കെ ഒരു നമ്പർ. ഇപ്പോൾ നമുക്കിപ്പോൾ 2 പോളോ അല്ലെങ്കിൽ 4 പോളോ ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു പോളിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 2 4 വെക്കുമ്പോൾ കൂടുതൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അതിന് കിട്ടുന്നു. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് A or H പറഞ്ഞിട്ട് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഡബിൾ പോൾസ്, 2 പോളുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറാണ് A or H എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഒരുപാട് സ്ട്രെങ്ത്ത് ആവശ്യമുള്ളപ്പോഴാണ് നമ്മളത് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ 2 അതിൽ 4 വട്ടമോ ഉള്ള ഓരോ രീതിയിലുള്ള പോളുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ചെയ്യും. അതിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഒരു പോള് മാത്രമുള്ള ഒരു സ്ട്രക്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വുഡൻ പോൾസിൽ നോക്കാനുള്ളത്. അടുത്ത് നോക്കാനുള്ളതാണ് കോൺക്രീറ്റ് പോൾസ്. കോൺക്രീറ്റ് പോൾസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് പോൾസ് ആർ റീഇൻഫോഴ്സ്ഡ് ടു ഗിവ് മോർ സ്ട്രെങ്ത്. കോൺക്രീറ്റ് പോൾസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പി കൊടുത്തിട്ടുണ്ടാവും. കമ്പി കൊടുത്ത് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുക. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്താണ്, അതിന് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടുന്നു. അതേപോലെ തന്നെയാണ് ഈ പോളിലും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടുന്നു. ദേ ഹാവ് ലോങ്ങർ ലൈഫ് സ്പാൻ ദാൻ ദാറ്റ് ഓഫ് വുഡ് പോൾസ്. അതായത് ഒരു വുഡൻ പോളിനേക്കാളും കൂടുതൽ ലൈഫ് സ്പാന്, കൂടുതൽ കാലം നിലനിൽക്കുക എന്നത് കോൺക്രീറ്റ് പോളിനായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അടുത്തതാണ് ദെയർ മെയിൻ്റനൻസ് കോസ്റ്റ് ഇസ് ലെസ്. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ദേ ഹെവി ആൻഡ് ലൈക്ലി ടു ഗെറ്റ് ഡാമേജ് ഡ്യൂറിങ് ദ ലോഡിങ്, അൺലോഡിങ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇറക്ഷൻ ഡ്യൂ ടു ദെയർ ബ്രിട്ടിൽ നേച്ചർ. അതായത് പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കൊണ്ടുപോകുന്ന ലോഡ് ചെയ്യുന്ന സമയത്തും അൺലോഡ് ചെയ്യുന്ന സമയത്തും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോഴും ഇറക്ഷൻ ചെയ്യുന്ന സമയത്തും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഈ കോൺക്രീറ്റ് പോൾസ് എന്ന് പറയുന്നത്. നമ്മൾ വുഡൻ പോൾസിൻ്റെ ലിമിറ്റ് പറഞ്ഞ പോലെ തന്നെ കോൺക്രീറ്റ് പോളിനുള്ള ഒരു ലിമിറ്റേഷനാണ് ഇതും. അടുത്ത പോയിൻ്റാണ് ദീസ് ഡേയ്സ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സപ്പോർട്ട്സ് ആർ മാനുഫാക്ചറിങ് പീസസ്. അതായത് ഇന്നത്തെ കാലത്ത് പ്രീ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് പോൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ടെൻഷൻ വയേഴ്സൊക്കെ കൊടുത്ത് ഓൾറെഡി ടൈറ്റൻ ചെയ്ത് മാക്സിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോൾസുകൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് നോക്കുന്നതാണ് സ്റ്റീൽ പോൾസ് എന്നുള്ളത്. സ്റ്റീൽ പോൾസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ട്യൂബ്ലെസ് സ്റ്റീൽ പോൾസ് ആർ ഗേർഡ് സ്റ്റീൽ മാസ്റ്റ് ആർ ഫേവേർഡ് ഫോർ ലോ ആൻഡ് മീഡിയം ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ്. അതായത് ചെറുതോ ലോയോ മീഡിയമോ ആയിട്ടുള്ള വോൾട്ടേജിലുള്ള പവർ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റീൽ പോൾസ് എന്ന് പറയുന്നത്. ഈ സ്റ്റീൽ പോൾസിൻ്റെ സ്ട്രക്ചർ ട്യൂബ് പോലെ അല്ലെങ്കിൽ ഗേർഡേഴ്സ് പോലെ ആയിരിക്കും. ഈ ട്യൂബും ഗേർഡേഴ്സും ഡൗട്ട് വരുന്നവർ ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുക, ട്യൂബിൻ്റെയും ഗേർഡേഴ്സിൻ്റെയും സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അടുത്ത പോയിൻ്റാണ് വിത്ത് എം ലോങ്ങർ സ്പാൻ ഈസ് പോസിബിൾ. അതായത് ഒരുപാട് ലെങ്ത്ത് കൂടി വരുന്ന സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ സ്റ്റീൽ പോൾസുകൾ ഉപയോഗിക്കുക. ദ പോൾസ് നീഡ് ടു ബി ഗാൽവനൈസ്ഡ് ഓർ പെയിൻറ്റഡ് പീരിയോഡിക്കലി ടു പ്രിവെൻറ്റ് കൊറക്ഷൻ.
സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഒരു വെള്ളം തട്ടിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ കോസ്റ്റൽ ഏരിയാസിലൊക്കെ ആണെങ്കിലോ പെട്ടെന്ന് കൊറോഷൻ നടക്കാനുള്ള ചാൻസ്, അതായത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ തുരുമ്പ് വരാതിരിക്കുന്നതിന് വേണ്ടി, കൊറോഷൻ ആവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതൊന്നില്ലെങ്കിൽ ഗാൽവനൈസ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ പെയിൻറ്റ് ചെയ്യും. അടുത്തതാണ്, അങ്ങനെ ഗാൽവനൈസ് ചെയ്യുമ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ മെറ്റീരിയൽസിനൊക്കെ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പോയിന്റ് പറയുന്ന പോലെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെയധികം എക്സ്പെൻസീവ് ആണ്. അടുത്ത് നോക്കാനുള്ളത്, അതായത് പോൾസിൻ്റെ ടൈപ്സിൽ നമ്മൾ നോക്കിയതിൽ ലാസ്റ്റാണ് സ്റ്റീൽ ടവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളതും ട്രാൻസ്മിഷൻ ടവേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി സ്റ്റീൽ ടവേഴ്സിനെ കുറിച്ച്. സ്റ്റീൽ ടവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ലൈൻസ് ഓഫ് 66 kV ആർ സപ്പോർട്ടഡ് ഓൺ ടവേഴ്സ്. അതായത് 66 kV തൊട്ടിട്ടുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ടവേഴ്സ് ഉപയോഗിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റീൽ ടവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ദ ആർ ഫാബ്രിക്കേറ്റഡ് ഫ്രം പെയിൻറ്റഡ് ഓർ ഗാൽവനൈസ്ഡ് ആംഗിൾ സെക്ഷൻ വിച്ച് ആർ ട്രാൻസ്പോർട്ടഡ് സെപ്പറേറ്റ്ലി ആൻഡ് എറക്ഷൻ ഈസ് ഡൺ ഓൺ സൈറ്റ്. അതായത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഗാൽവനൈസ്ഡ് ആംഗിൾ സെക്ഷൻസ് ആയിരിക്കും. എല്ലാം സെപ്പറേറ്റഡ് സെക്ഷൻസ് ആയിരിക്കും. ഇത് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെയാണ്, അല്ലാണ്ട് ഫുൾ ഒരു ടവറിനെ എല്ലാം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ സൈറ്റ് എവിടെയാണോ അവിടേക്ക് കൊണ്ടുപോകുക. എല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ആയിരിക്കും. ഈ ഓരോ സെപ്പറേറ്റഡ് പാർട്സിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നും എവിടെയാണോ നമുക്ക് ഇതിന് ഇറക്റ്റ് ചെയ്യേണ്ടത്, അതായത് നിലനിർത്തേണ്ടത്, വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിന് ശേഷമാണ് ആ സൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഓരോരോ പാർട്ടായിട്ട് സെറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ടവറാക്കി എടുക്കുക. രണ്ടാമത്തെ പോയിന്റ്, ദേ ഹാവ് ലോങ് ലൈഫ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് റിലയബിലിറ്റി. അതായത് ഒരുപാട് കാലം നിലനിൽക്കാനുള്ള കഴിവ് ഈ സ്റ്റീൽ ടവേഴ്സിനാണുണ്ട്. ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ പോളുകളെക്കാളും കൂടുതൽ കാലം നിലനിൽക്കുക എന്നുള്ളത് ഈ സ്റ്റീൽ ടവേഴ്സിനാണ് കൂടുതലായിട്ടുള്ളത്. ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് സിവിയർ വെതർ കണ്ടീഷൻ. പോരാത്തതിന് ഒരു വുഡൻ പോളോ, ഒരു കോൺക്രീറ്റ് പോളോ, ഒരു സ്റ്റീൽ പോളോ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത്തോട് കൂടിയിട്ട് ഏതൊരു വെതർ കണ്ടീഷനിലും നിൽക്കാൻ കഴിയുന്ന ഒരു ടവറാണ് സ്റ്റീൽ ടവേഴ്സ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയുന്നത്. അടുത്തതാണ്, ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് സ്പാൻ ലെങ്ത്. അതായത് ഒരു ടവറിൻ്റെ ഹൈറ്റ് നമ്മൾ നിർണ്ണയിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? അതിലൂടെ പോകുന്ന വോൾട്ടേജിൻ്റെ ബേസിലും അതുപോലെ അത് എത്ര ദൂരം നീണ്ടുപോകുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈനാണ് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ സ്റ്റീൽ ടവറിൻ്റെ ഹൈറ്റ് നിർണ്ണയിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, ദ ലെഗ്സ് ഓഫ് ദ ടവർ ആർ സെറ്റ് ഓൺ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ. അതായത് ആ സ്റ്റീൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ ടവർ വൃത്തിയായി നല്ല സ്ട്രെങ്ത്തോടു കൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ എല്ലാം സെപ്പറേറ്റ്ലി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫൗണ്ടേഷൻസ് ആയിരിക്കും സ്റ്റീൽ ടവേഴ്സിന് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ട്രാൻസ്മിഷൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നോക്കിയത്. അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്മിഷൻ ടവറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ടവറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ ടവർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ദ മെയിൻ സപ്പോർട്ടിംഗ് യൂണിറ്റ് ഓഫ് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ദ ട്രാൻസ്മിഷൻ ടവർ. അതായത് ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു സ്ട്രക്ചറാണ് ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ടവേഴ്സ് ഹാവ് ടു ക്യാരി ഹെവി ട്രാൻസ്മിഷൻ കണ്ടക്ടർ അറ്റ് എ സഫിഷ്യൻറ്റ് സേഫ് ഹൈറ്റ് ഫ്രം ഗ്രൗണ്ട്. അതായത് ട്രാൻസ്മിഷൻ ടവേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വഴി നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, ഒരു ഹാംഫുൾനെസ് ഉണ്ടാവാത്ത രീതിയിൽ ഗ്രൗണ്ടിൽ നിന്നും വളരെ ഹൈറ്റിൽ തന്നെ നമുക്ക് ആ ട്രാൻസ്മിഷൻ കണ്ടക്ടേഴ്സിനെ കൊണ്ടുപോകാൻ കഴിയുന്നു. അതേപോലെ തന്നെ തേർഡ് പോയിന്റ് പറയുന്നുണ്ട്, ഓൾ ടവേഴ്സ് ഹാവ് ടു സസ്റ്റെയിൻ ഓൾ കൈൻഡ്സ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. എല്ലാ പ്രകൃതി ദുരന്തങ്ങളും, മഴ അല്ലെങ്കിൽ നല്ല കാറ്റ്, അതല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന വേരിയേഷൻ, അതിനെല്ലാം സസ്റ്റെയിൻ ചെയ്യുന്ന, അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവ് എല്ലാ ടവേഴ്സിനും ഉണ്ടാവും. അതൊരു ഹ്യൂജ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യുക. ഈ തന്നിരിക്കുന്ന പിക്കിൽ ഒരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ ഫിഗറാണ്. ആ ട്രാൻസ്മിഷൻ ടവറിൽ ഫിഗറിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പാർട്സ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ടവർ. ഒരു പവർ ട്രാൻസ്മിഷൻ ടവറിൽ മെയിനായിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ താഴെ 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫിഗേഴ്സിൽ ഇനി നിങ്ങൾ നോക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പീക്ക് ഓഫ് ട്രാൻസ്മിഷൻ ടവർ. അതായത് ട്രാൻസ്മിഷൻ ടവറിൻ്റെ പീക്ക് എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? ദ പോർഷൻ എബോവ് ദ ടോപ്പ് ക്രോസാം ഈസ് കോൾഡ് പീക്ക് ഓഫ് ട്രാൻസ്മിഷൻ ടവർ. ജനറലി എർത്ത് ഷീൽഡ് വയർ കണക്റ്റഡ് ടു ദ ടിപ്പ് ഓഫ് ദിസ് പീക്ക്.
അതായത് താഴത്തെ പിക്ക് നോക്കി നമുക്ക് മനസ്സിലാവാം. ഇതിൽ ക്രോസാം എന്ന് പറയുന്നുണ്ട്, ടോപ്പ് ക്രോസാം. ക്രോസാം എന്താണെന്ന് മനസ്സിലായി. ആ ക്രോസാമിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു പോർഷനാണ് പീക്ക് എന്ന് പറയുന്നത്. ഈ പീക്കിലാണ് എന്തുള്ളത്? എർത്ത് ഷീൽഡ്, അതായത് നമ്മുടെ വൈദ്യുതി ചാലകം. ഇടിമിന്നൽ വരുന്ന സമയത്ത് എഫക്റ്റ് ഒന്നും ഉണ്ടാവാതിരിക്കുക. വലിയ ബിൽഡിങ്സിൻ്റെ മേലെയോ അല്ലെങ്കിൽ സെൽ ടവറിൻ്റെ മേലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും വൈദ്യുത ചാലകം ഒരു കമ്പി കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത് ഈ പീക്കിലായിരിക്കും. ഇതാണ് പീക്ക് ഓഫ് ട്രാൻസ്മിഷൻ ടവറിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെയാണ് ക്രോസാം ഓഫ് ട്രാൻസ്മിഷൻ ടവർ. ക്രോസാം എന്താണെന്ന് കറക്റ്റായിട്ട് പിക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോസാം ഓഫ് ട്രാൻസ്മിഷൻ ടവർ ഹോൾഡ് ദ ട്രാൻസ്മിഷൻ കണ്ടക്ടർ. ട്രാൻസ്മിഷൻ കണ്ടക്ടറെ ഹോൾഡ് ചെയ്യുന്നതാണ് ക്രോസാം എന്ന് പറയുന്നത്. ദ ഡയമെൻഷൻ ഓഫ് ക്രോസാം ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ്, കോൺഫിഗറേഷൻ ആൻഡ് മിനിമം ഫോമിംഗ് ആംഗിൾ ഓഫ് ട്രസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് അതിലൂടെ പോകുന്ന ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് നമ്മളൊരു ക്രോസാമിൻ്റെ ഡയമെൻഷൻ നിശ്ചയിക്കുക. അടുത്തതാണ് കേജ് ഓഫ് ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയുന്നത്. കേജ് എന്താണെന്നും കറക്റ്റായിട്ട് പിക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ പോർഷൻ ബിറ്റ്വീൻ ദ ടവർ ബോഡി. നാലാമത്തെ പിക്കിൽ കാണിച്ചിട്ട് ടവർ ബോഡി എന്താണെന്ന്. ആ ടവർ ബോഡിയും അതുപോലെ പീക്ക് പോർഷൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? കേജ് ഓഫ് ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയാം. ദിസ് പോർഷൻ ഓഫ് ദ ടവർ ഹോൾഡ്സ് ദ ക്രോസാം. ഈ കേജ് ഓഫ് ട്രാൻസ്മിഷൻ ടവർ ആണ് എന്തിനെ ഹോൾഡ് ചെയ്യുന്നത്? ക്രോസാമിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കി വരുന്ന കുറച്ച് പാർട്സാണ് ബൂം ഔട്ട് ട്രാൻസ്മിഷൻ ടവർ ബോഡി, ലെഗ്. നമ്മൾ ട്രാൻസ്മിഷൻ ടവർ ബോഡി മുമ്പ് നോക്കി. ട്രാൻസ്മിഷൻ ടവർ ബോഡി, ലെഗ് ഔട്ട് ട്രാൻസ്മിഷൻ ടവർ, സ്റ്റബ് ഓർ ആങ്കർ ബോൾട്ട് ആൻഡ് ബേസ് പ്ലേറ്റ് അസംബ്ലി ഓർ ട്രാൻസ്മിഷൻ ടവർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് നമുക്കില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നോക്കണ്ട. ജസ്റ്റ് പേരുകൾ അറിഞ്ഞു വയ്ക്കാം. ഈ പേരുകളായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പിക്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം വിസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് റെഫർ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടു ഡിറ്റർമൈൻ ദ ആക്ച്വൽ ട്രാൻസ്മിഷൻ ടവർ ഹൈറ്റ് ഫോളോയിങ് 4 parts ഹാവ് ടു ബി ആഡഡ് ടുഗദർ. ഇനി ഒരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ ഹൈറ്റ് നമുക്ക് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ 4 ടേംസ് ഉണ്ട്. ആ 4 ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടുക. ആ ടേംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, മിനിമം പെർമിസിബിൾ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതാണ് H1 എന്ന് പറയുന്നത്. H1 ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് ആളുകൾക്കൊന്നും കടത്തിവിടാതെ കറക്റ്റ് ഗ്രൗണ്ടിൽ നിന്നും ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് കൊടുക്കും. അതാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ആ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഹൈറ്റാണ് H1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ മാക്സിമം സാഗ് ഓഫ് ദ കണ്ടക്ടർ. നമ്മൾ സാഗ് ടെംപ്ലേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ആ സാഗിൻ്റെ പോർഷൻ, ടെമ്പറേച്ചർ, വിൻഡ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിന് നമ്മൾ നോക്കിക്കൊണ്ട് ഒരു സാഗ് ടെംപ്ലേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സാഗ് ടെംപ്ലേറ്റിൻ്റെ വരുന്ന ആ ഒരു പോർഷനാണ് H2 എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, വെർട്ടിക്കൽ സ്പേസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം കണ്ടക്ടേഴ്സ്. അതായത് ഏറ്റവും മുകളിലുള്ള ആ കണ്ടക്ടർ മുതൽ ഏറ്റവും താഴെയുള്ള ആ കണ്ടക്ടർ വരെയുള്ള ആ ഒരു സ്പേസിംഗ് ആണ് H3 എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ക്ലിയറൻസ് ബിറ്റ്വീൻ ഗ്രൗണ്ട് വയർ ആൻഡ് ടോപ്പ് കണ്ടക്ടർ. അതായത് കണ്ടക്ടറിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ തൊട്ടിട്ട് കണ്ടക്ടറിൻ്റെ ഏറ്റവും ബോട്ടം പോർഷൻ തൊട്ടിട്ട് ഏറ്റവും മേലെയുള്ള വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്തം ടവറിൻ്റെ ഏറ്റവും ടോപ്പ് വരെയുള്ള ആ ഒരു പോർഷനാണ് എന്ത്? H4 എന്ന് പറയുന്നത്. ഈ H1ഉം H2ഉം H3 H4 ആഡ് ചെയ്യുന്ന സമയത്താണ് കറക്റ്റ് ഒരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ യഥാർത്ഥ ഹൈറ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സപ്പോർട്ടിംഗ് ടവേഴ്സിനെ കുറിച്ചാണ്. അതായത് ഈ ട്രാൻസ്മിഷൻ ടവേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ടവറായിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന ഒരുപാട് ടവേഴ്സ് ഉണ്ട്. അതായത് ട്രാൻസ്മിഷൻ ടവർ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ കൊണ്ടുപോകുന്നത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കൂടുതലാകുമ്പോൾ ട്രാൻസ്മിഷൻ ടവറിന് സാമ്യമുള്ള മറ്റ് സപ്പോർട്ടിംഗ് ടവേഴ്സ് കൂടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ്റെ സപ്പോർട്ടിംഗ് ടവേഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പോയിൻ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. ഫസ്റ്റ് പോയിന്റ്, ഹൈ വോൾട്ടേജ് ആൻഡ് എക്സ്ട്രാ വോൾട്ടേജ് ലൈൻസ് റിക്വയർ ലാർജ് എയർ ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതായത് ഹൈ വോൾട്ടേജും അതുപോലെ തന്നെ സെയിം അതേ കണ്ടീഷനിൽ തന്നെ എക്സ്ട്രാ വോൾട്ടേജ് ലൈനുകൾ നമുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എയർ, അതായത് ബുദ്ധിമുട്ട്, വിൻഡിൻ്റെയൊക്കെ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് മറ്റുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ജീവികൾക്കോ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം നോക്കി ഗ്രൗണ്ട് ക്ലിയറൻസും ലാർജ് എയറും അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ പഠിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു നാട്ടാണ് നമ്മളൊരു സപ്പോർട്ടിംഗ് ടവറിനെ കൊണ്ടുവരിക.
രണ്ടാമത്തെ പോയിന്റ്, ദേ ഹാവ് ലാർജ് മെക്കാനിക്കൽ ലോഡിങ് ആൻഡ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. സപ്പോർട്ടിംഗ് ടവേഴ്സ് വെക്കുന്ന സമയത്ത് അതിന് മെക്കാനിക്കൽ ലോഡ് വളരെ കൂടുതലായിരിക്കണം, അതായത് ആ ടവറിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കണം. അങ്ങനെ ടവറിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാവുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ, അത് നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്തുള്ള കോസ്റ്റ് കൂടുതലായി പോകുന്നു. മൂന്നാമത്തെ, സച്ച് ടൈപ്പ് ഓഫ് ടവേഴ്സ് ആർ യൂസ്ഡ് ഫോർ വെരി ലോങ് സ്പാൻ. അതായത് ഒരുപാട് ലെങ്ത്തിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ പോകുന്ന സമയത്താണ് ഈ സപ്പോർട്ടിംഗ് ടവേഴ്സ് കൊണ്ടുവരേണ്ട ആവശ്യകത വരുന്നത്. The long span construction cuts the installation cost considerably as fewer supports are to be provided. അതായത് ഒരുപാട് ലെങ്ത്തിൽ നമ്മൾ ഈ സപ്പോർട്ടിംഗ് ടവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കോസ്റ്റ് കൂടുന്നു. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ശരിക്കും യൂസ് ചെയ്യുന്ന ഈ ട്രാൻസ്മിഷൻ ടവർ ശരിക്കും ഉപയോഗിക്കുന്നതിന് പകരം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വേറെ കുറച്ച് ഇതേപോലെയുള്ള വേറെ കുറച്ച് ടവേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയുള്ള ടവേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സപ്പോർട്ടിംഗ് ടവർ എന്ന്. അതായത് നമ്മൾ ട്രാൻസ്മിഷൻ ടവർ വയ്ക്കുന്നു, ഒരുപാട് ലെങ്ത്തിൽ പോകുന്ന സമയത്ത് എല്ലാ ട്രാൻസ്മിഷൻ ടവർ വയ്ക്കുമ്പോഴും ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കൂടും. ആ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ ടവറിനെ പോലെ തന്നെയുള്ള മറ്റുള്ള മെറ്റീരിയൽ നിർമ്മിച്ചിട്ടുള്ള ടവേഴ്സ് നമ്മൾ വെക്കുന്നു, അതായത് ഇടയിലായിട്ട്. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ആ രീതിയിൽ ട്രാൻസ്മിഷൻ ടവറിനെ പോലെ നമ്മൾ വെക്കുന്ന ആ സപ്പോർട്ടിംഗ് ടവേഴ്സ്, അങ്ങനെ വെക്കുന്ന ടവേഴ്സിനെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് ടവർ എന്ന് പറയുക. ആ സപ്പോർട്ടിംഗ് ടവർ നിർമ്മിക്കുന്ന മെറ്റീരിയൽസ് സ്റ്റീലിലോ അലുമിനിയത്തിലോ ഒക്കെ ഉള്ളവയായിരിക്കും. ഇനി അടുത്തതാണ് ഈ സപ്പോർട്ടിംഗ് ടവേഴ്സ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സ്. സെക്കൻഡ് വൺ, ടാൻജൻറ്റ് ടവേഴ്സ്. തേർഡ് വൺ, ഡീവിയേഷൻ ടവേഴ്സ്. ഫോർത്ത് വൺ, ഗൈഡ് ഓർ സ്റ്റേഡ് ടവേഴ്സ്. ഇതിൽ സെൽഫ് സപ്പോർട്ടിംഗ് ടവറിൻ്റെ സബ്ബായിട്ട് വരുന്നതാണ് ശരിക്കും ടാൻജൻറ്റ് ടവറും ഡീവിയേഷൻ ടവറും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഓരോ ടവേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ തന്നെയാണ് സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സ്. സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് പോയിന്റുകളിലേക്ക് പോവാം. സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്, വൈഡ് ബേസ്ഡ് ആൻഡ് നാരോ ബേസ്ഡ് ടവേഴ്സ്. അതായത് സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സ് രണ്ട് തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്, വൈഡ് ബേസും നാരോ ബേസും. അതിൻ്റെ താഴ്ഭാഗം ചിലതിൻ്റെ വൈഡായിരിക്കും, ചിലതിൻ്റെ വളരെ ചുരുങ്ങി നാരോ ടവേഴ്സ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, അതിൽ വൈഡ് ബേസ് എങ്ങനെയാണെന്ന് നോക്കാം. വൈഡ് ബേസിൻ്റെ കൺസ്ട്രക്ഷൻ, ലാറ്റിസ് വിത്ത് റോസ്റ്റർ കണക്ഷൻ ഈസ് അഡോപ്റ്റഡ്, ഈച്ച് ലെഗ് ഹാസ് സെപ്പറേറ്റഡ് ഫൗണ്ടേഷൻ. അതായത് ലാറ്റിസ് എന്ന് പറയുന്നത് ആ ഫിഗറിൽ കാണാം, ഇങ്ങനെ ക്രോസ് ചെയ്ത ഡയമണ്ട് നമ്മൾ ബാറ്റൻസ് പോലെ അങ്ങനെ കൊടുത്തു പോയിട്ടില്ല, അതാണ് ഈ ലാറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ആംഗിൾ ഓഫ് അഡോപ്റ്റ്, അതായത് റോസ്റ്റർ കണക്ഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ രീതിയിലുള്ള ലാറ്റിസിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന ടവറുകളെയാണ് നമ്മൾ ഈ വൈഡ് ബേസ് ടവർ എന്ന് പറയുന്നത്. ഈ വൈഡ് ബേസ് ടവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഫൗണ്ടേഷനും സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഈച്ച് ലെഗ് ഹാസ് സെപ്പറേറ്റഡ് ഫൗണ്ടേഷൻ. ഓരോ ഫൗണ്ടേഷനും ഓരോ ലെഗിനും സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാണ്ട് ഒരുമിച്ച് ഒരു കോൺക്രീറ്റ് ബേസ് ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം നമ്മൾ ലെഗുകൾ ഫിക്സ് ചെയ്യുന്നത്. ഓരോ ലെഗിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി അടുത്തത് നാരോ ബേസ്ഡ് ഡിസൈൻ. നാരോ ബേസ്ഡ് ഡിസൈൻ യൂസ്ഡ് ആസ് എ ലാറ്റീസ് കൺസ്ട്രക്ഷൻ ഓഫ് ആംഗിൾ, channel or tubular steel section with a bolter or welder connection. നാരോ ബേസ്ഡ് ഡിസൈൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ഓഫ് ആംഗിളിലാണ്. അതിൽ ചാനൽ അല്ലെങ്കിൽ ട്യൂബുലർ സ്റ്റീൽ സെക്ഷൻ ആയിരിക്കും. ചാനൽ എന്ന് പറയുമ്പോൾ ഈ സി ചാനൽ, അങ്ങനെ ഓരോ ചാനൽസ് ഉണ്ട്. ചാനൽസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ഓരോ ഷേപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ട്യൂബുലർ എന്ന് പറയുമ്പോൾ ട്യൂബുള്ള സ്റ്റീൽ സെക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ടവേഴ്സ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷന് പകരം ഇവിടെ ബോൾട്ടഡും വെൽഡഡ് ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെയാണ് ഉപയോഗിക്കുക. അതാണ് നാരോ ബേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാനുള്ളതാണ് ദ സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ആസ് ടാൻജൻറ്റ് ടവേഴ്സ് ആൻഡ് ഡീവിയേഷൻ ടവേഴ്സ്. ഇത് തുടങ്ങുന്നതിന് ആദ്യം ഞാൻ പറഞ്ഞ പോലെ സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സിന് നമ്മൾ പിന്നീട് ക്ലാസിഫൈ ചെയ്ത രീതികളാണ് ടാൻജൻറ്റ് ടവറും ഡീവിയേഷൻ ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻജൻറ്റ് ടവറും ഡീവിയേഷൻ ടവറേക്കും പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ്, അതായത് സിലബസ് വൈസ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ വരുന്ന സമയത്ത് 4 രീതിയിലാണ് ടവേഴ്സ് ഉള്ളത്. ABCD എന്നുള്ള രീതിയിൽ അതിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു കാര്യമാണ് ആസ് പെർ ദ ഫോഴ്സ് സപ്ലൈഡ് ബൈ ദ കണ്ടക്ടർ ഓൺ ദ ക്രോസ് ആം ദ ട്രാൻസ്മിഷൻ അവർ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ അനദർ വേ. അതായത് ആ കണ്ടക്ടറിൽ പോകുന്ന ഇലക്ട്രിസിറ്റീൻ്റെ ബേസിസിൽ ക്രോസ് ആമിൻ്റെ ബേസിൽ നമ്മൾ ട്രാൻസ്മിഷൻ അവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് വേയിൽ കാറ്റഗറൈസ് ചെയ്യും. അതിനെക്കുറിച്ചാണ് താഴെ തന്നിരിക്കുന്നത്. അതിലാണ് ടാൻജൻറ്റ് സസ്പെൻഷൻ ടവർ ആണ്. ഇറ്റ്സ് ജനറലി എ ടൈപ്പ് ടവർ. അതുപോലെ ബാക്കിയുള്ളതിനൊക്കെ BCN അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടവേഴ്സ് ഹാസ് സംടൈംസ് ടു ബി ഡിസൈൻഡ് ടു മീറ്റ് സ്പെഷ്യൽ നീഡ്സ്. അതായത് ചില പ്രത്യേക കേസുകളിൽ നമുക്ക് ടവേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് അവയെ പറയുന്ന പേരുകളാണ് റിവർ ക്രോസിംഗ് ടവർ, റെയിൽവേ ഓർ ഹൈവേ ക്രോസിംഗ് ടവർ, ട്രാൻസ്പോർട്ടിംഗ് ടവർ എക്സെട്ര. ഇതുപോലെയുള്ള സ്പെഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടവേഴ്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടവേഴ്സ് എന്ന് പറയുക. ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ സിലബസ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പ് പറഞ്ഞ സെൽഫ് സപ്പോർട്ടിംഗ് ടവേഴ്സിൻ്റെ സബായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ടാൻജൻറ്റ് ടവർ എന്ന് പറയുന്നത്. ടാൻജൻറ്റ് ടവർ എന്തൊക്കെയാണെന്ന് ഇനി നമ്മൾക്ക് നോക്കാം. ദേ ആർ യൂസ്ഡ് ഫോർ സ്ട്രെയിറ്റ് റൺസ്. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന പാത്തുകളിൽ മാത്രമേ നമ്മൾ ടാൻജൻറ്റ് ടവേഴ്സ് കൊടുക്കാറുള്ളൂ. രണ്ടാമത്തെ സ്ട്രെസ് ഈസ് ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദ ലൈൻ, വിൻഡ് ആൻഡ് ഐസ് ലോഡ്. അതായത് ടാൻജൻറ്റ് ടവേഴ്സ് കൂടുതലും ആ ലൈനിൻ്റെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ വെയിറ്റും വിൻഡും ഐസിൻ്റെ എല്ലാം ആ സ്ട്രെസ് അവയുണ്ടാക്കുന്ന ഭാരം താങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രെങ്ത്തും കൂടിയിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് ടവേഴ്സ് സ്വന്തമായി ആ സ്ട്രെസ് അല്ലെങ്കിൽ ആ വെയിറ്റ് താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് ടവേഴ്സ് ഇറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. എക്സ്ട്രാ ഫോഴ്സസ് ഡ്യൂ ടു ബ്രേക്ക് ഇൻ ദ ലൈൻ ഓൺ വൺ സൈഡ്. അതായത് എക്സ്ട്രാ എന്തെങ്കിലും ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അതിന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനും ഈ ടാൻജൻറ്റ് ടവേഴ്സിനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ദ ബേസ് ഈസ് എയ്തർ സ്ക്വയറോ റെക്റ്റാങ്കുലർ. ടാൻജൻറ്റ് ടവറിൻ്റെ ബേസ് എപ്പോഴും താഴ്ഭാഗം എപ്പോഴും സ്ക്വയറോ റെക്റ്റാങ്കുലർ ഷേപ്പിലോ ആയിരിക്കും. അതുപോലെ തന്നെ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. അതായത് ഈ ടാൻജൻറ്റ് ടവേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസുലേറ്റർ, അതായത് വൈദ്യുതി കടത്തിവിടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഇൻസുലേറ്റേഴ്സ് സസ്പെൻഷൻ ടൈപ്പിലായിരിക്കും. സസ്പെൻഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, സസ്പെൻഷൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് എങ്ങനെയാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന റൗണ്ട് പോലെയുള്ള ഒരു സാധനമാണ് ഈ സസ്പെൻഷൻ ടൈപ്പ്. തൂങ്ങിക്കിടക്കുക, സസ്പെൻഷൻ എന്നുള്ള വാക്കിൻ്റെ മീനിങ് തന്നെ തൂങ്ങിക്കിടക്കുക എന്നാണ്. അപ്പോൾ ആ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഇൻസുലേറ്റേഴ്സാണ് ടാൻജൻറ്റ് ടവേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഡീവിയേഷൻ ടവേഴ്സ്. ഡീവിയേഷൻ ടവേഴ്സിലേക്ക് വരുമ്പോൾ ദേ ആർ യൂസ്ഡ് ബൈ ദ ട്രാൻസ്മിഷൻ ലൈൻ ചേഞ്ച് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടവേഴ്സാണ് ഡീവിയേഷൻ ടവേഴ്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് ബ്രോഡർ ബേസ്, സ്ട്രോങ്ങർ മെമ്പേഴ്സ് ആൻഡ് ആർ കോസ്റ്റ്ലിയർ. അതായത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ സ്ട്രോങ്ങർ മെമ്പേഴ്സ്, അതിന് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും നമ്മൾ ഡീവിയേഷൻ ടവേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. ടാൻജൻറ്റിൽ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡീവിയേഷൻ ടവറിൽ ഉപയോഗിക്കുന്നത് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെയും സ്ട്രെയിൻ ഇൻസുലേറ്ററിൻ്റെയും പിക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അടുത്ത പോയിൻ്റാണ് ദേ ആർ ക്ലാസിഫൈഡ് ആസ് എ സ്മോൾ ആംഗിൾ ടവേഴ്സ്, മീഡിയം ആംഗിൾ ടവേഴ്സ്, ലാർജ് ആംഗിൾ ടവേഴ്സ്. ഒരു ഡീവിയേഷൻ ടവറിനെ നമ്മളെപ്പോഴും സ്മോൾ ആംഗിൾ, മീഡിയം ആംഗിൾ, ലാർജ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി സെൽഫ് സപ്പോർട്ടിങ് കഴിഞ്ഞ് ടാൻജൻറ്റ് കഴിഞ്ഞ് ഡീവിയേഷൻ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നതാണ് ഗൈഡ് ഓർ സ്റ്റേഡ് ടവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സച്ച് ടൈപ്പ് ഓഫ് ടവേഴ്സ് ആർ എയ്തർ പോർട്ടൽ ടൈപ്പ് ഓർ V type. Both of them have 2 supports connected at the top by a cross arm and provided with 4 guys. അതായത് ഇതിൻ്റെ സപ്പോർട്ടിൻ്റെ ബേസിൽ, അതായത് സാധാരണ ഒരു ടവറിൽ വരുന്ന സമയത്ത് അതിനൊരു സിംഗിൾ ബേസാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിന് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റൊന്ന് നിൽക്കുക, അല്ലെങ്കിൽ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് അടുത്ത് നിൽക്കുക. അങ്ങനെ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഈ പോർട്ടബിൾ ടൈപ്പ് അല്ലെങ്കിൽ പോർട്ടൽ ടൈപ്പ് അല്ലെങ്കിൽ V ടൈപ്പ് തരത്തിലുള്ള അല്ലെങ്കിൽ ഗൈഡ് ഓർ സ്റ്റേഡ് ടൈപ്പിലുള്ള ടവേഴ്സ് വരുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഫസ്റ്റ് വൺ പോർട്ടൽ ടൈപ്പാണ്. അപ്പോൾ ഇൻ പോർട്ടൽ സ്ട്രക്ചർ ഈച്ച് സപ്പോർട്ട് ഈസ് റെസിസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ ഫൗണ്ടേഷൻ. അതായത് പോർട്ടൽ ടൈപ്പ് സ്ട്രക്ചറിൽ അതിൻ്റെ ഓരോ ഫൗണ്ടേഷനും എന്താണ് റെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേബിളായി നിൽക്കുന്നത് അതിൻ്റെ തന്നെ ഫൗണ്ടേഷൻസിലായിരിക്കും. അതിൻ്റെ ലെഗെല്ലാം നിൽക്കുന്നത് അതിൻ്റെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആയിരിക്കും. പക്ഷേ V സപ്പോർട്ട്സിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സപ്പോർട്ട്സും പരസ്പരം ഒന്നിനെ ഒന്ന് എന്താണ് സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുട്ടിക്കൊണ്ടാണ് നിൽക്കുക. അതാണ് വീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പോർട്ടൽ ടൈപ്പിൻ്റെയും അതുപോലെ തന്നെ V ടൈപ്പിൻ്റെയും ഫിഗേഴ്സാണ്. ഫിഗേഴ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഓരോന്നിൻ്റെയും. ഫസ്റ്റ് പോർട്ടലിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടവറിൻ്റെ ലെഗ് അതിൻ്റെ തന്നെ ഫൗണ്ടേഷനിലാണ് സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്നത്.
വി ടൈപ്പിലാകുമ്പോൾ എന്താണ്, ഒരു ടവറിൻ്റെ സപ്പോർട്ട് മറ്റൊരു ടവറിൻ്റെ സപ്പോർട്ടും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇതാണ് പ്രത്യേകിച്ച് ഈ പോർട്ടൽ ടൈപ്പ് അല്ലെങ്കിൽ ഗൈഡ് ഓഫ് സ്റ്റീലിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടവർ ഫൗണ്ടേഷനാണ്. ടവർ ഫൗണ്ടേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ടവർ ഫൗണ്ടേഷനിലെ എക്സ്ക്വേഷൻ്റെ പോർഷൻ ഒരുപാട്, അതായത് ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ട്, ആ ചാർട്ടിന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്സ് ആയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഒരു ഓറൽ ക്ലാസ്സിൽ പറഞ്ഞു തന്നാൽ നമുക്ക് അത്രത്തോളം മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി ജസ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ക് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടവർ ഫൗണ്ടേഷനിലേക്ക് പോവാം. ഫൗണ്ടേഷൻ ഓഫ് എ ട്രാൻസ്മിഷൻ ടവർ ഈസ് ദ ബേസിക് സ്ട്രക്ചർ ടു സപ്പോർട്ട് ദ ടവർ ഇൻ ഇറ്റ്സ് പൊസിഷൻ. അതായത് ഏതൊരു സ്ട്രക്ചറിനെ ആണെങ്കിലും കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ നിൽക്കുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്ട്രക്ചറാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു വീടാണെങ്കിലും അങ്ങനെ ഏത് രീതിയിൽ ഒരു ഫൗണ്ടേഷൻ വെച്ച് ചെയ്യുന്ന ഒരു എന്താണ് പറയുക, വാള് അല്ലെങ്കിൽ ഒരു നമ്മുടെ മതിലുകൾ, അതുപോലെ അങ്ങനെ എന്താണെങ്കിലും ഏതൊരു സ്ട്രക്ചർ ആണെങ്കിലും അതിന് നല്ലൊരു ഫൗണ്ടേഷൻ വേണമെന്ന് പറയും. ഇപ്പോൾ ഒരു ഫേം എടുത്താലും അതിന് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ ഫേമിന് വളർന്നു വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാക്കുകളുകൊണ്ട് പറയും. അതേപോലെ തന്നെ ഒരു ട്രാൻസ്മിഷൻ ടവറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അതിന് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സേഫ്റ്റി ആൻഡ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഓഫ് ദ സ്ട്രക്ചർ ആസ് എ ട്രാൻസ്മിറ്റ് മെക്കാനിക്കൽ ലോസ് ഓഫ് ദ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ടു എർത്ത്. അതായത് മാക്സിമം ആ ടവർ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ മാക്സിമം സ്ട്രെങ്തൻ ചെയ്ത് നിന്നാൽ മാത്രമേ ആ ടവറിലൂടെ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ പോകുമ്പോഴും അതുപോലെ ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി ഭൂമിയിലേക്ക് കടത്തിവിടുമ്പോഴാണെങ്കിലും സേഫായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ടവർ ഫൗണ്ടേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ടവർ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഏതൊരു ഫൗണ്ടേഷൻ ചെയ്യാൻ എന്താ ചെയ്യുക, എക്സ്കവേഷൻ ചെയ്യുക. എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കുഴിച്ച് എടുക്കുക എന്നാണ് പറയുക. മണ്ണ് കുഴിച്ചെടുക്കുക എന്നാണ് എക്സ്കവേഷൻ്റെ കറക്റ്റ് എക്സാക്ട് മീനിങ്. അപ്പോൾ ആ എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ഉള്ള കാര്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാർട്ടാണ് താഴെ തന്നിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കെന്ന് നോക്കാം. ദ എക്സ്കവേഷൻ പിറ്റ് മേക്കിംഗ് ഡ്രോയിങ് ഇൻഡിക്കേറ്റ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റേഴ്സ്, സൈഡ്സ് ആൻഡ് കോർണേഴ്സ് ഓഫ് ദ പീസ് വിത്ത് റെഫറൻസ് ടു ദ സെൻറ്റർ പോയിന്റ് ഓഫ് ദ ടവർ. അതായത് ഇങ്ങനെയൊരു ട്രാൻസ്മിഷൻ ലൈന് നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയൊരു ഡ്രോയിങ് കിട്ടും. അതിന് പറയുന്ന പേരാണ് എക്സ്കവേഷൻ മാർക്കിംഗ് ചാർട്ട്. ഇതുപോലെ ഡ്രോയിങ് കിട്ടി. ഈ ഡ്രോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കുഴിയെല്ലാം എക്സ്കവേറ്റ് ചെയ്ത് എടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വരുന്ന ആ പോയിൻ്റാണ് നമ്മുടെ ടവറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ആ ടവറിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 4 എന്താണ് എക്സ്കവേഷൻ പിറ്റുകളാണ് കുഴിച്ചെടുക്കേണ്ടത്. ലെഗ് പോകുന്ന ഓരോ സെപ്പറേറ്റ് ഫൗണ്ടേഷനുള്ള പിറ്റുകൾ, കുഴികളാണ്. അപ്പോൾ ഈ കുഴികളുടെ സെൻറ്റർ പോയിൻറ്റും അതിൻ്റെ സൈഡ്സും അതിൻ്റെ ഹൈറ്റും എല്ലാ കാര്യങ്ങളും തന്നെ എന്താണ് ഈ എക്സ്കവേഷൻ മാർക്കിംഗ് ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഈ എക്സ്കവേഷൻ മാർക്കിംഗ് ചാർട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഒരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ പിറ്റ് അതായത് ഫൗണ്ടേഷൻ പിറ്റ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അത്രയും കാര്യങ്ങളെ ഫൗണ്ടേഷൻ്റെ എക്സ്കവേഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നീട് കംപ്ലീറ്റ് ആ ഡ്രോയിങ് എങ്ങനെ വരച്ചിരിക്കുന്നതാണ്, അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തതാണ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് പ്രസൻസ് ഓഫ് സർഫസ് വാട്ടർ ടേബിൾ 4 ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ഈസ് യൂസ്ഡ്. അതായത് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ആ ട്രാൻസ്മിഷൻ ടവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന അവിടുത്തെ സോയിലും അവിടുത്തെ വാട്ടർ ടേബിളും ഭൂമിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ ആ ലെവലും ബേസ് ചെയ്തിട്ട് നമ്മൾ 4 ടൈപ്പിലാണ് മെയിനായിട്ട് ഫൗണ്ടേഷനിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നോർമൽ ഡ്രൈ ടൈപ്പ്, പാർഷ്യലി സബ്മേർജ് ടൈപ്പ്, ഫുള്ളി സബ്മേർജ് ടൈപ്പ്, വെറ്റ് ടൈപ്പ്. ഇത് അവിടുത്തെ സോയിലിൻ്റെയും ഉള്ളിലുള്ള വാട്ടർ ടേബിളിൻ്റെയും ബേസിസിലാണ് ചെയ്യുക. സബ്മർജ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. പാർഷ്യലി, ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം. വെറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നനവായിരിക്കും. ഡ്രൈ എന്ന് പറയുന്നത് കംപ്ലീറ്റ്. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ സോയിലിൻ്റെയും വാട്ടർ ടേബിളിൻ്റെയും ബേസിസിലാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ഒരു കാര്യമാണ് ടെസ്റ്റിംഗ് ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ടവർ ഫൗണ്ടേഷൻ്റെ വരുന്നതാണ്. ടവർ ഫൗണ്ടേഷൻ്റെ പിന്നൊരു കാര്യം ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് സോയിൽ. It is desirable to undertake testing of soil for all the tower location, and reports should be obtained about the subsoil water table, bearing capacity of soil, possibility of submergence and other soil properties required for the correct casing of foundation. അതായത് ടെസ്റ്റിംഗ് ഓഫ് സോയിൽ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സോയിലിൻ്റെ വാട്ടർ ടേബിൾ എത്രയാണ്, ആ സോയിലിന് ഈ സ്ട്രക്ചറിനെ ബിയർ ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ടോ, അതുപോലെയുള്ള
ഒരു കൺസ്ട്രക്ഷന് ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഡിഫോൾട്ട് ആ സോയിലിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു സോയിൽ ടെസ്റ്റ് ചെയ്യുക. ഇതൊരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ കേസിലല്ല, ഏതൊരു സ്ട്രക്ചർ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് ഈ സോയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെ ഒരു ട്രാൻസ്മിഷൻ ടവറിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സബ് സോയിൽ വാട്ടർ ടേബിൾ ചെക്ക് ചെയ്യുന്നതിന്, ബിയറിംഗ് കപ്പാസിറ്റി നോക്കുന്നതിന്, അതുപോലെ തന്നെ മറ്റ് കൺസ്ട്രക്ഷനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും ഡിഫോൾട്ട്നെസ് ആ സോയിലിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ടവർ ഇറക്ഷൻ. ഇറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടവർ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തുകയാണ്. നമ്മൾ ആ ലൈൻ എങ്ങനെയാണ് പോകുന്നതെന്ന് ആദ്യം തൊട്ട് നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 തൊട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കുറേ ബേസിക് ടേമുകൾ നോക്കി. പാർട്ട് 2 കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൈൻ വരുമ്പോൾ അപ്പോൾ ചെയ്യേണ്ട സർവീസിനെ കുറിച്ചും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ കഴിഞ്ഞു. അതായത് അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് നോക്കിയത് ട്രാൻസ്മിഷൻ ടവേഴ്സിനെ കുറിച്ചാണ്. ഏതൊക്കെ രീതിയിലുണ്ട്, ഏതൊക്കെ മെറ്റീരിയലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ നോക്കിയത്? ടവറിൻ്റെ ഫൗണ്ടേഷൻ നോക്കി. ഫൗണ്ടേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇനി അവിടെ ടവർ വെക്കണം. ആ ടവർ വെക്കുന്നതാണ് ഈ ടവർ ഇറക്ഷനിൽ പറയുന്നത്. ടവർ അങ്ങനെ ഇറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നോക്കാം. ദർ ആർ 4 മെത്തേഡ്സ് ഓഫ് ഇറക്ഷൻ ഓഫ് സ്റ്റീൽ ട്രാൻസ്മിഷൻ ടവർ ആസ് ഗിവൺ ബിലോ. അതായത് സ്റ്റീൽ ട്രാൻസ്മിഷൻ ടവേഴ്സ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് 4 മെത്തേഡ്സ് ആണുള്ളത്. ബിൽഡപ്പ് മെത്തേഡ് ഓർ പീസ് മീൽ മെത്തേഡ്, സെക്ഷൻ മെത്തേഡ്, ഗ്രൗണ്ട് അസംബ്ലി മെത്തേഡ്, ഹെലികോപ്റ്റർ മെത്തേഡ്. അതായത് ഈ ബിൽഡപ്പ് മെത്തേഡെന്നും അതുപോലെ തന്നെ സെക്ഷൻ മെത്തേഡ്, ഈ 2 മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്താണ് ബോട്ടം ലെവൽ തൊട്ട് ഒരു വീട് കിട്ടുകയാണെങ്കിലും താഴത്തെ നില കിട്ടി ഇങ്ങനെ ഇതായിട്ടാണ് നമ്മൾ മേലത്തെ നിലയിലേക്ക് പോകുക. അല്ലാണ്ട് ആദ്യം തന്നെ മേലത്തെ നില നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടല്ല താഴത്തെ നില കിട്ടുക. അതേപോലെ തന്നെ ഒരു ടവറിൻ്റെ കാര്യത്തിൽ ഫൗണ്ടേഷൻ മുതൽ ഓരോരോ പീസസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഒരു ടവറിന് ഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. അതേ രീതിയിലാണ് ബിൽഡപ്പ് മെത്തേഡിലും സെക്ഷൻ മെത്തേഡിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രോസസ്സുകളിൽ ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ഇത് രണ്ടും 2 മെത്തേഡായി മാറിയത്. അപ്പോൾ ഇപ്പോൾ ബിൽഡപ്പ് മെത്തേഡിലാണെങ്കിൽ എന്താണ് ക്രെയിൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സെക്ഷൻ മെത്തേഡിലാവുന്ന സമയത്ത് ഇതേപോലുള്ള വലിയ സ്ട്രക്ചേഴ്സൊക്കെ കൊണ്ട് ഓരോ പാർട്ടിനെയും പൊക്കി എടുത്ത് ഓരോരോ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വയ്ക്കുക. ഈ ഗ്രൗണ്ട് അസംബ്ലി മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് അസംബ്ലി മെത്തേഡിൽ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇറക്റ്റ് ചെയ്ത് വെക്കില്ല. ആദ്യം തന്നെ ഗ്രൗണ്ടിൽ വെച്ച് ഓരോ പാർട്ടും കറക്റ്റായി വെച്ച് ഇതാക്കിയിട്ട് കംപ്ലീറ്റ് ടവറിനെ നമ്മൾ ഗ്രൗണ്ടിൽ ഉണ്ടാക്കി വയ്ക്കും. അതിനുശേഷം വലിയ എന്തെങ്കിലും ഈ ക്രെയിൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അതിനെ വലിച്ച് അതിനെ സ്റ്റഡിയാക്കി നിർത്തും. എന്നിട്ടാണ് നമ്മളത് ഇറക്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് ഈ ഗ്രൗണ്ട് അസംബ്ലി മെത്തേഡിൽ വരുന്നത്. പിന്നെ സാധാരണ ബിൽഡപ്പിലും സെക്ഷനിലൊക്കെ പറഞ്ഞ പോലെയാണ് ഈ ഹെലികോപ്റ്റർ മെത്തേഡിലും പറയുന്നത്. ഹെലികോപ്റ്റർ മെത്തേഡിൽ എന്താണ് ക്രെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളീസൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഹെലികോപ്റ്റർ ആണ് ഓരോ പീസസിനെയും കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതാണ് ഹെലികോപ്റ്റർ മെത്തേഡിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ളത്. ടവറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ ടവറിന് കൊടുക്കേണ്ട ചില ഫിനിഷിംഗ് വർക്കുകളുണ്ട്. ആ ഫിനിഷിംഗ് വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. Tightening of nuts and punching of threads and track welding of nuts or transmission tower. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടൈറ്റനിങ് ഓഫ് നട്ട്സ് ആൻഡ് പഞ്ചിങ്, അതായത് അത് നമ്മൾ കൊടുക്കുമ്പോൾ ബോൾട്ട് കണക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ബോൾട്ടെല്ലാം കറക്റ്റായി ചെയ്യണം. റിവേറ്റ്സ് ആണെങ്കിൽ റിവേറ്റ്സ് കറക്റ്റായി ചെയ്യണം. എവിടെയെങ്കിലും വെൽഡിങ് പോർഷൻസ് ഉണ്ടെങ്കിൽ വെൽഡിങ് പോർഷൻസ് എല്ലാം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നമ്മൾ ട്രാൻസ്മിഷൻ ടവറിൻ്റെ ജോയിൻസിലെല്ലാം കൊറോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡിഫോൾട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ് വർക്ക്സ് ഒക്കെ ആവശ്യത്തിന് ചെയ്തിട്ടുണ്ടാവണം. ലാസ്റ്റ് വൺ നമ്മൾ കറക്റ്റ് ആ ടവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളവോ ചരിവോ, അതാണ് വെർട്ടിക്കാലിറ്റി എന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. വളവോ ചെരിവോ ഇല്ലാതെ കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനിൽ തന്നെയാണോ അത് നിൽക്കുക എന്നുള്ളത് നോക്കുന്നതാണ് വെർട്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു ഫിനിഷിംഗ് വർക്കിൽ വരുന്നത്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ടവറിൻ്റെ കംപ്ലീറ്റ് പോർഷൻ കഴിഞ്ഞു. പാർട്ട് 1 ഉണ്ടായിരുന്നു, പാർട്ട് 2 ഉണ്ടായിരുന്നു, പാർട്ട് 3 ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ വരുന്ന ബേസിക് ടേംസിനെ കുറിച്ചും അതിൽ വരുന്ന സർവീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പിൽ ടവർ ഉണ്ടെന്നും അതുപോലെ അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ ഇറക്ഷനും അതിൻ്റെ ഫിനിഷിംഗ് വർക്കും നോക്കി. ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രാൻസ്മിഷൻ ടവറിൽ ഉണ്ടാവുക. താങ്ക് യു.